തൊടുപുഴയിൽ അരുൺ ആനന്ദ് 7 വയസ്സുകാരനെ മൃഗീയമായി മർദ്ദിച്ച സംഭവത്തിൽ കുട്ടിയുടെ അമ്മയുടെ നീക്കങ്ങൾ പലതും ദുരൂഹതകൾ ഒളിപ്പിച്ചതാണ്. അരുണിനൊപ്പമുള്ള യുവതിയുടെ ജീവിതം അത്ര സുഖകരമല്ലായിരുന്നിട്ടും എന്തുകൊണ്ട് യുവതി അരുണിനെ വിട്ടു പോയില്ല? ബിജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രഹസ്യങ്ങൾ അരുണിന് അറിയാമായിരുന്നോ? ഇത് പറഞ്ഞാണോ അരുൺ ഈ യുവതിയെ നിലയ്ക്കു നിർത്തിയിരുന്നത് എന്ന സംശയങ്ങളാണ് ഇവിടെ ഉയരുന്നത്. അരുണിനൊപ്പമുള്ള യുവതിയുടെ ജീവിതം അത്ര സുഖകരമല്ലായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് 3 ആഴ്ച മുൻപ് ഒരു രാത്രിയിൽ തൊടുപുഴയിലെ പാർക്കിന് സമീപമുണ്ടായ സംഭവം. റോഡ് സൈഡിൽ നിന്ന് അരുൺ ആരോടോ ഫോണിൽ തെറി വിളിക്കുന്നു. ഇളയ കുട്ടി ഒപ്പമുണ്ട്. അല്പം കഴിഞ്ഞപ്പോൾ ഇതേ യുവതി ഒരു കാറിൽ ഇവിടെ എത്തി. അവിടെ വെച്ച് യുവതിയുടെ കർണത്തടിച്ച അരുൺ പറഞ്ഞ വാക്കുകൾക്ക് ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു. അടികൊണ്ട യുവതി മറുത്തൊന്നും പറയാതെ അരുണിനെയും ഇളയ കുട്ടിയെയുമായി കാർ ഓടിച്ചു പോയി. അതേസമയം തന്നെ മാരകമായി അരുൺ ഉപദ്രവിക്കാറുണ്ടെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇത്രയും ഉപദ്രവം ഉണ്ടായിട്ടും യുവതി ഇയാളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാതിരുന്നത്? യുവതി തന്നെ വിട്ടു പോകില്ലെന്ന് അരുണിന് കൃത്യമായി അറിയാമായിരുന്നുവെന്ന് 7 വയസ്സുകാരന് മർദ്ദനമേൽക്കുന്നതിന് ദിവസങ്ങൾ മുമ്പ് നടന്ന സംഭവങ്ങൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിയെ ആക്രമിച്ച കേസിൽ കൂട്ടുപ്രതിയായ യുവതിക്കെതിരെയും കേസെടുത്ത പോലീസ് ഭർത്താവ് ബിജുവിന്റെ മരണത്തിലും അന്വേഷണം നടത്തുമെന്ന് വ്യക്തമാക്കി. മണക്കാട് കല്ലാട്ടുമുക്ക് ബാബുവിന്റെയും രമണിയുടെയും മകനാണ് ബിജു. കഴിഞ്ഞ വർഷം മെയ് 23-നാണ് ബിജു ദുരൂഹ സാഹചര്യത്തിൽ മരണമടയുന്നത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. യുവതിയുടെ ഉടുമ്പന്നൂരിലെ വീട്ടിൽ വെച്ചായിരുന്നു ബിജുവിന്റെ മരണം. ഭക്ഷണശേഷം അസ്വസ്ഥത അനുഭവപ്പെട്ട ബിജുവിനെ യുവതി ആശുപത്രിയിലേക്ക് തനിച്ചു കൊണ്ടുപോകുന്നതിനിടെയാണ് മരണപ്പെട്ടതെന്നാണ് വീട്ടുകാരോട് യുവതി പറഞ്ഞിരുന്നത്. പിന്നീടാണ് കാമുകനായ അരുണിനൊപ്പം യുവതി പോയത്. അന്ന് ബിജുവിന്റെ മരണത്തിൽ ചില സുഹൃത്തുക്കളും ചുരുക്കം ചില ബന്ധുക്കളും സംശയം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും കൂടുതൽ പരാതികളോ സംശയങ്ങളോ ഉണ്ടാകാതിരുന്നതോടെ കാര്യങ്ങൾ അവിടെ അവസാനിച്ചു. ബിജു മരിച്ചതിന് പിന്നാലെ അരുൺ യുവതിയുടെ ഉടുമ്പന്നൂരിലെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായി. രാത്രികളിലും അവിടെ താമസിക്കാൻ തുടങ്ങി. ഭർത്താവ് മരിച്ച് ദിവസങ്ങൾ തികയുന്നതിന് മുൻപ് തന്നെ യുവതി അരുണിനോടൊപ്പം സന്തോഷവതിയായി തൊടുപുഴ പ്രദേശങ്ങളിൽ കറങ്ങി നടന്നിരുന്നതായി നാട്ടുകാരും ഓർമ്മിക്കുന്നു. പിന്നീടായിരുന്നു ഇയാൾക്കൊപ്പമുള്ള ഒളിച്ചോട്ടം. അതേസമയം ബിജുവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ പലതിൽ നിന്നും വൻതോതിൽ പണം പിൻവലിച്ചിട്ടുമുണ്ട്. കുട്ടികളുടെ പേരിലിട്ടിരുന്ന 3.5 ലക്ഷത്തോളം രൂപയും ഇരുവരും ചേർന്ന് പിൻവലിച്ചു. കൂടാതെ തൊടുപുഴ നഗരത്തിലെ ബിജുവിന്റെ വർക്ക്ഷോപ്പും ഇവർ സ്വന്തമാക്കിയിരുന്നു. അരുണിന്റെ എല്ലാ നീക്കങ്ങൾക്കും യുവതിയുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നെന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അരുൺ കുടുങ്ങുമെന്ന് ഉറപ്പായപ്പോൾ ഇയാളെ തള്ളിപ്പറഞ്ഞ് സ്വയം രക്ഷപ്പെടാനുള്ള നീക്കങ്ങളാണ് യുവതി നടത്തുന്നതെന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. യാതൊരു ജോലിയും ഇല്ലാതിരുന്ന അരുണും യുവതിയും ധരിച്ചിരുന്നത് മുന്തിയ വസ്ത്രങ്ങളായിരുന്നു. കുമാരമംഗലത്തെ വാടക വീട്ടിൽ നിന്ന് പകൽ സമയങ്ങളിൽ ഇവർ പുറത്തുപോലും പോയിരുന്നില്ല. എന്നാൽ രാത്രി സമയങ്ങളിൽ പലപ്പോഴും അർദ്ധരാത്രി 12 മണിക്ക് ശേഷം ഇരുവരും പുറത്തേക്ക് പോയിരുന്നു. തിരിച്ചെത്തുന്നത് പുലർച്ചെ സമയങ്ങളിലും. ഈ സമയം തങ്ങൾ ഭക്ഷണം കഴിക്കാനാണ് പോയിരുന്നതെന്നാണ് യുവതി പറയുന്നതെങ്കിലും അതത്ര വിശ്വസനീയമല്ല. ഇരുവരെയും കൂടുതൽ സംശയത്തിൽ നിർത്തുന്ന മറ്റൊരു സംഭവം കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്തുള്ളതാണ്. തൊടുപുഴയിലെ ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചപ്പോൾ പോലീസുകാർ അവിടെ എത്തിയിരുന്നു. കുട്ടിയുടെ പരിക്കിൽ സംശയം തോന്നിയ പോലീസുകാർ യുവതിയോട് പലവിധ കാര്യങ്ങളും ചോദിച്ചു. വീട്ടുകാരെ പറ്റി ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ യുവതി അവരോട് കയർത്തു സംസാരിക്കുകയും ചെയ്തു. കുട്ടിയെ ആംബുലൻസിൽ കോലഞ്ചേരിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ കാറിൽ പുറകെ വരാമെന്നാണ് അരുൺ അറിയിച്ചത്. യുവതിക്കും ഇയാളോടൊപ്പം പോകാനായിരുന്നു താല്പര്യം. മനസ്സില്ലാ മനസ്സോടെയാണ് യുവതി ആംബുലൻസിൽ കയറുകയും പോലീസിന്റെ നിർബന്ധത്താൽ അരുൺ ആംബുലൻസിന്റെ മുന്നിൽ കയറുകയും ചെയ്തു. അതേസമയം ഭർത്താവ് ബിജു ജീവിച്ചിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന ഫോണോ സിം കാർഡോ അല്ല യുവതി ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഭർത്താവിന്റെ മരണശേഷം യുവതി ഫോൺ ഉൾപ്പെടെ മാറിയത്? സംശയങ്ങൾ ഏറെയാണ്. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.